തീർച്ചയായും ബി.ജെ.പി ഈ പിണറായി വിജയൻ സർക്കാരിനെതിരെയുള്ള പോരാട്ടങ്ങൾ വളരെ അധികം ശക്തിയോടുകൂടി തന്നെയാണ് ചെയ്തത്. ഞാൻ പറഞ്ഞല്ലോ, 1 ലക്ഷം പേരുടെ യുവാക്കളുടെ സമരമായിക്കോട്ടെ, സ്ത്രീകളുടെ സമരമായിക്കോട്ടെ ഒക്കെ ചെയ്തു. പക്ഷെ പ്രത്യക്ഷ പ്രതിപക്ഷം എന്ന രീതിയിൽ കേരളം കാണുന്നത് ഈ കോൺഗ്രസിനെയാണ്. ഇപ്പൊ കെട്ടിയറക്കപ്പെട്ടിട്ടുള്ള ഒരു പ്രതിപക്ഷ നേതാവാണ് വി.ഡി. സതീശൻ. വി.ഡി. സതീശൻ സത്യത്തിൽ എന്താ ചെയ്തത്? അദ്ദേഹം ഒരു ഇടത് ബുദ്ധിജീവി പരിപ്രേക്ഷ്യത്തിൽ നിന്നുകൊണ്ട് പിണറായി വിജയന്റെ അനിയനാവാനുള്ള ശ്രമമാണ് നടത്തുന്നത്. സ്വാഭാവികമായിട്ട് കേരളത്തിലെ ജനങ്ങൾ കാണുന്നത് കേരള നിയമസഭയ്ക്കകത്ത് എന്ത് നടക്കുന്നു എന്നുള്ളതാണ്. നിങ്ങൾ നോക്കൂ, സത്യത്തിൽ പിണറായി വിജയനെ ഏറ്റവും നല്ല രീതിയിൽ പോരാടുന്ന ഒരാളാണ് നമ്മുടെ മാത്യു കുഴൽനാടൻ. ഈ മാത്യു കുഴൽനാടന്റെ പിറകിൽ ശക്തമായിട്ടൊന്ന് നിൽക്കാൻ ഈ കോൺഗ്രസിനും വി.ഡി. സതീശനും സാധിക്കുന്നുണ്ടോ? അയാൾ ഒറ്റയാൾ പട്ടാളമായിട്ട് അയാൾ പോരാടുകയാണ്. അദ്ദേഹത്തിന്റെ വിൽ പവറും അദ്ദേഹത്തിന്റെ സാമ്പത്തിക സുരക്ഷിതത്വം അദ്ദേഹത്തിന്റെ നിയമപരമായിട്ടുള്ള അറിവും അങ്ങനെയുള്ള ഒറ്റയാൾ പോരാട്ടമാണ് നടത്തുന്നത്. നേരത്തെ വസന്ത് പറഞ്ഞു, ഞങ്ങൾ ഈ പിണറായി വിജയന്റെ നവകേരള സദസ്സിനെതിരെ കേരളം അങ്ങോളം ഇങ്ങോളം പോരാട്ടം നടത്തിയത്. എന്ത് പോരാട്ടമാണ് ഇവർ നടത്തിയത്? നിങ്ങൾ നോക്കൂ, പിണറായി വിജയനെ പോലീസല്ല, ഡിവൈഎഫ്ഐക്കാർ സുരക്ഷാ സേന എന്ന പേരിൽ ഈ യൂത്ത് കോൺഗ്രസ്സുകാരെ തെരുവിലിട്ടിട്ട് പട്ടിയെ പോലെ തല്ലുന്ന സമയത്ത് ഈ നോക്കി നിൽക്കുക പ്രതിപക്ഷം ചെയ്യുന്നത്. നിങ്ങൾ നോക്കൂ, പിന്നീട് ഇവർ കൊല്ലത്താണെന്ന് പ്രതികരിച്ചത്. കൊല്ലത്ത് പ്രതികരിക്കാൻ കാരണം യുവമോർച്ചയിലെ ആളുകൾ ഈ പ്രതിപക്ഷത്തിലെ ഈ ഡിവൈഎഫ്ഐക്കാരെ തിരിച്ചടിച്ചു. പിന്നീടാണ് തിരുവനന്തപുരത്താണ് ഈ ലൂസിഫറിന്റെ ക്ലീഷ ഡയലോഗുമായിട്ട് എന്റെ പിള്ളേരെ തുടർന്ന എന്ന് പറഞ്ഞുകൊണ്ട് ആര് വരുന്നത്? വി.ഡി. സതീശൻ വരുന്നത്. സത്യത്തിൽ വി.ഡി. സതീശൻ അടക്കമുള്ള പ്രതിപക്ഷം ഈ കേരളത്തിൽ പരാജയമാണ്. കാരണം വി.ഡി. സതീശന്റെ എയിം എന്ന് പറയുന്നത് പിണറായി വിജയനല്ല, നരേന്ദ്രമോദിയും കേന്ദ്ര സർക്കാരിനെതിരെയുള്ള പോരാട്ടത്തിലാണ് വി.ഡി. സതീശൻ. അപ്പൊ സ്വാഭാവികമായിട്ട് ബി.ജെ.പി ഇവിടുത്തെ ക്രിയാത്മകമായ പ്രതിപക്ഷമാണ്. അതുകൊണ്ട് നിങ്ങൾ നോക്കൂ, കേരളത്തിൽ ഈ പിണറായി വിജയനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ മാധ്യമങ്ങളുടെ എതിരഭിപ്രായം തേടുന്നത് ആരുടെ കയ്യിൽ നിന്നാണ്? വി. മുരളീധരനോ കെ. സുരേന്ദ്രനാണ്. അപ്പൊ അതിൽ നിന്ന് തന്നെ കേരളത്തിലെ ആളുകളുടെ ഭാവിയിലെ പ്രതീക്ഷ അത് ബി.ജെ.പിയിലാണെന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് ആർക്കും തർക്കമില്ല. അതിന് കാരണം പ്രതിപക്ഷം എന്ന രീതിയിൽ CPM-ന്റെ ഒരു ഘടക കക്ഷി എന്ന രീതിയിൽ കോൺഗ്രസ് പ്രവർത്തിക്കുന്നതാണ്. ഇപ്പൊ ശ്രീ സാർ പറഞ്ഞ കാര്യത്തിലായിക്കോട്ടെ, ഹൈദരാബാദ് സാർ പറഞ്ഞ കാര്യത്തിലായിക്കോട്ടെ, അതിനുള്ള ഒരു പ്രശ്നം. വസന്ത്, മറുപടി. അല്ല, അദ്ദേഹത്തിനുള്ള മറുപടി ഇതാണ്. അങ്ങനെ ആയിരുന്നെങ്കിൽ കോൺഗ്രസ് ഒരു നല്ല പ്രതിപക്ഷമല്ലായിരുന്നെങ്കിൽ ആ സ്പേസിലേക്ക് ബി.ജെ.പിക്ക് വളരാൻ സാധിക്കുമായിരുന്നു. കഴിഞ്ഞ എല്ലാ ഉപതെരഞ്ഞെടുപ്പുകളിലും, പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും, പുതുപ്പള്ളി അടക്കമുള്ള തെരഞ്ഞെടുപ്പുകളിലും ബി.ജെ.പിയുടെ വോട്ട് താഴേക്ക് തന്നെയാണ് വളരുന്നത്. അതൊന്ന് പഠിച്ചാൽ അദ്ദേഹത്തിന് മനസ്സിലാവും. ഞങ്ങളുടെ സ്പേസിലേക്ക് വളരാൻ നിങ്ങൾക്ക് സാധിക്കുന്നില്ലല്ലോ. അപ്പോ അതവിടെ മാറ്റിവെച്ചേക്ക്. 2, നിയമസഭയിലും കോടതിക്കുള്ളിലും ഗ്രൗണ്ടിലും ഇറങ്ങി കളിക്കുന്ന പ്രതിപക്ഷമാണ്. ആ പ്രതിപക്ഷത്തിന്റെ പേര് കോൺഗ്രസ് എന്നാണ്. അത് വരും തിരഞ്ഞെടുപ്പുകളിൽ നിങ്ങൾക്ക് മനസ്സിലായിക്കോളും. ഇനി ഒരു കാര്യം കൂടി, ആശാ ലോറൻസ് നേരത്തെ സൂചിപ്പിക്കുകയാണ്. പണ്ട് ഈ പാർട്ടിയിൽ, അതായത് CPM-ൽ ഏകാധിപത്യത്തെ ചോദ്യം ചെയ്യുന്ന ഒരു നേതാവ് ഉണ്ടായിരുന്നു, M. സ്വരാജ്. ആലപ്പുഴ സമ്മേളനത്തിൽ അരുൺകുമാർ, നേരത്തെ പറഞ്ഞ നമ്മുടെ VS-ന്റെ മകൻ അരുൺകുമാറിന് വഴിവിട്ട സഹായങ്ങൾ കിട്ടുന്നു എന്ന് പറഞ്ഞപ്പോ VS-ന് ക്യാപിറ്റൽ പണിഷ്മെന്റ് കൊടുക്കണം എന്ന് പറഞ്ഞ സ്വരാജ് ഉണ്ടായിരുന്നു. ആ സ്വരാജ് തൽക്കാലം ഉറക്കത്തിലാണ്. അദ്ദേഹം 6 മാസം കഴിയുമ്പോൾ എഴുന്നേക്കും. അതിനുശേഷം അദ്ദേഹം പ്രതികരിച്ചു തുടങ്ങും എന്നാണ് ഞാൻ ആ സ്വരാജ് തന്നെ ക്യാപിറ്റൽ പണിഷ്മെന്റ് കൊടുക്കണം VS എന്ന് പറഞ്ഞ സ്വരാജ് തൃപ്പൂണിത്തുറയിൽ സ്ഥാനാർത്ഥിയായിരുന്നപ്പോ VS-നെ അവിടെ വിളിച്ചുകൊണ്ടുപോയി പ്രസംഗിപ്പിച്ചു ജയിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ താങ്കളോട് ഒരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ, ഉമ്മൻചാണ്ടി സാറും കെ. സുധാകരൻ സാറും ഒക്കെ എനിക്ക് അത്രയ്ക്ക് ജീവിതത്തിൽ ചേർന്ന് നിൽക്കുന്നവരാണ്. അപ്പം കുറച്ച് നാൾ മുമ്പ് കേന്ദ്ര ഗവൺമെൻറ്റിനെതിരെ കോൺഗ്രസും ഈ പിണറായി വിജയൻ്റെ സർക്കാരും കൂടി ഒരു സമരം ചെയ്തു. പിണറായി വിജയൻ്റെ തൊട്ടടുത്തിരുന്നത് രമേശ് ചെന്നിത്തല സാറായിരുന്നു. ഞാൻ അന്ന് ഉമ്മൻചാണ്ടി സാറിനോട് നേരിട്ട് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ കൂടെ പോകുമായിരുന്നു തിരുവനന്തപുരത്തുള്ളപ്പോൾ. ചോദിച്ചു, ഇനിയിപ്പോൾ സഖാവെന്ന് വിളിക്കാമല്ലോ എന്ന്. അപ്പോൾ അദ്ദേഹം എന്ന് ചോദിച്ചു. അത് ഞാൻ പറഞ്ഞു, അവരുടെ കൂടെ പോയില്ല, ഇനിയിപ്പോൾ സഖാവെന്ന്. അപ്പോൾ പറഞ്ഞു, ഞാൻ പോയില്ല ആ സമരത്തിൽ നിന്ന്. കെ. സുധാകരൻ സാറിനോട് ഞാൻ ചോദിച്ചു, ഒറ്റയ്ക്ക് നടത്താൻ പാടില്ലായിരുന്നു ആ സമരം. പ്രതിപക്ഷത്തിന് കേന്ദ്ര ഗവൺമെൻറ്റിനെതിരെ സമരം നടത്തണമെങ്കിൽ ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സർക്കാരിൻ്റെ സഹായം വേണ്ട. കോൺഗ്രസിൻ്റെതായ ഒരു ഹെറിഡിറ്ററി ഉണ്ട് അല്ലേ? അവർ ഞാൻ എൻ്റെ കുട്ടിക്കാലത്തൊക്കെ കോൺഗ്രസ്സുകാരോടൊന്നും മിണ്ടാൻ പാടില്ല, KSകാരോടും മിണ്ടാൻ പാടില്ല എന്നായിരുന്നു. അതിനൊക്കെ മാറ്റം വന്നു. മിണ്ടാണ്ടിരിക്കേണ്ട കാര്യമില്ല. പക്ഷെ സമരം നടത്തുമ്പോൾ ഇവരുടെ കൂടെ ചേർന്നിരുന്ന് തോളത്തോട് ചേർന്ന് നിർത്തേണ്ട കാര്യമൊന്നും ഇല്ലായിരുന്നു. വേറെ സമരം ചെയ്താൽ മതിയായിരുന്നു. അങ്ങനെയാണെങ്കിൽ ബി.ജെ.പിയും കോൺഗ്രസും കൂടി ചേർന്നിട്ട് ഇപ്പോൾ ഈ സ്റ്റേറ്റ് ഗവൺമെൻറ്റിനെതിരെ വേണമെങ്കിൽ സമരം ചെയ്യാമല്ലോ ഇവിടെ.